തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ.പി. ടിക്കറ്റിന് നിരക്ക് ഏർപ്പെടുത്തിയതിനെ ന്യായീകരിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സ്വകാര്യ ആശുപത്രികൾ 250 രൂപയല്ലേ ഈടാക്കുന്നതെന്ന് മന്ത്രി. മറ്റ് മെഡിക്കൽ കോളേജുകളിലും ഒ.പി. ടിക്കറ്റിന് നിരക്ക് ഈടാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ഒ.പി. ടിക്കറ്റിന് 10 രൂപ ഫീസ് ഏർപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന ആശുപത്രി വികസന സമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത്. കഴിഞ്ഞ 75 വർഷമായി മെഡിക്കൽ കോളേജിൽ ഒ.പി. ടിക്കറ്റിന് ഫീസ് ഏർപ്പെടുത്തിയിരുന്നില്ല. 10 രൂപ നിരക്ക് ഏർപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ന്യായീകരണവുമായി രംഗത്തെത്തിയത്. സ്വകാര്യ ആശുപത്രികൾ 250 രൂപയല്ലേ ഈടാക്കുന്നതെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. സ്വകാര്യ ആശുപത്രികൾ 250, 500 ഒക്കെ ഉള്ളപ്പോൾ പല സർക്കാർ ആശുപത്രികളിലും 10 രൂപയൊക്കെ വീതം പല മെഡിക്കൽ കോളേജുകളിലും മറ്റ് ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു ഒപ്പിക്ക്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നില്ല. അപ്പം എന്നാൽ മറ്റ് മിക്കവാറും എല്ലാ ആശുപത്രികളിലും ഉണ്ട് 10 രൂപ എന്നുള്ള നിലയിൽ. 10 അതിനായിട്ട് 5 രൂപ 10 രൂപ എന്നുള്ളൊക്കെ നിലയിലാണ്. അപ്പോൾ HDC ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതായിട്ട് കാണുന്നു. എന്താണെന്നുള്ളത് നോക്കാം. മറ്റ് മെഡിക്കൽ കോളേജുകളിലും ഒ.പി. ടിക്കറ്റിന് നിരക്ക് ഈടാക്കുന്നുണ്ടെന്നും മന്ത്രി ന്യായീകരിച്ചു. എന്നാൽ മറ്റ് ആശുപത്രികളിൽ 5 രൂപ ഈടാക്കുന്നിടത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 രൂപ ഈടാക്കിയിരിക്കുന്നത്. ശരാശരി 3300 പേർ വിവിധ ഒ.പികളിലായി പ്രതിദിനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. ഇതുവഴി പ്രതിദിനം 1,00,000 ലക്ഷം രൂപ ആശുപത്രി വികസന സമിതി ഫണ്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.